നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. മതി, നമുക്ക് ഒരു നിമിഷം കൂടെ മഹത്വാനാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല രാത്രിക്കായി സ്തോത്രം. കൂടപ്പെട്ട എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധിയും ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചനം ധ്യാനിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണം. എളിയവനെ ശക്തീകരിക്കണം. ഞങ്ങളുടെ ജനത്തെ കടാക്ഷിക്കണം. പുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെട്ടത് യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റാം. ഇന്ന് രാത്രി ഈ സ്ഥലത്തെത്തി കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഒരുക്കുന്ന വിലപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലാവരെയും ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ദിവസങ്ങളായി രാജ്യത്ത് വന്നു. നല്ല 2-3 ദിവസമായിട്ട് ശാരീരികമായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. തലയ്ക്ക് വേദനയും അസ്വസ്ഥതകൾ. വളരെ ശാന്തമായിട്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം ധ്യാനിക്കുന്നത്. എല്ലാ കർത്തൃദാസന്മാർക്കും ക്ഷണിച്ച ദൈവദാസനും കുടുംബത്തിനും എല്ലാം നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പലരുടെയും പേര് ഞാനും പറയാനിരുന്ന അദ്ദേഹം പേരെല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ പേര് പറയുന്നില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച വേദഭാഗം ഒരിക്കൽ കൂടി ശബ്ദം ഉയർത്തി വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കൂടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പവനം അതിനെ വെടിഞ്ഞ പരമ പവനം അതിനെ വെടിഞ്ഞ കരുണയൊരു പൊഴുതറിപതി നിടകരുപതി അരുളിന കരുണയൊരു പൊഴുതറിപതി നിടകരുപതി അരുളിന ചരണമ തുതവ ചരണമ മമ ചരണമ തവ ഭരണമ മഹി പരമ കരുണ സരാജേ ഓ പരമ കരുണ സരാജേ ഓ പരമ സരാജേ സവമുരുവിടും ദയപരുവിടും ഒരു പരമ കരുണ സരാജേ ഓ പരമ കരുണ സരാജേ ഓ പരമ കരുണ സരാജേ. നല്ല രാത്രിക്കായി ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശീർവദിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായിട്ട് വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യമാണ്. ഇവിടെ കയറി വന്നപ്പോൾ അവിടെ ബോർഡ് കണ്ടു, സുവിശേഷ യോഗം സംഗീതവിരുന്ന്. അപ്പൊ ഇത് സുവിശേഷ യോഗമാണ്. നേരത്തെ വിളിച്ചെന്നോട് പറഞ്ഞു പല ആൾക്കാരാ വരുന്നത്, സൂക്ഷിച്ചോണം. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. കർത്താവിന് മഹത്വം. പുള്ളിക്കെന്റെ വെപ്രാളമാകും. അപ്പൊ അതുകൊണ്ട് പുള്ളി ശാന്തമായിട്ടിരിക്കട്ടെ.
വളരെ ശാന്തമായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് രാത്രി ചിന്തിക്കണം. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ അനുഭവ സാക്ഷ്യമൊക്കെ പറയുവാൻ കർത്താവിൽ ആശിക്കുന്നുണ്ട് ദൈവഹിതം പോലെ. ഇന്ന് രാത്രി ലളിതമായിട്ട് സുവിശേഷം നമുക്ക് ചിന്തിക്കണം. നാളെ മറ്റൊരു നിലയിലായിരിക്കും വചന ശുശ്രൂഷ. ആദരണീയരായ എൻ്റെ സഹപഠന്മാരായ എല്ലാ കർത്തൃദാസന്മാർക്കും വീണ്ടും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് പേടി വരുന്നു. അപ്പം ഞങ്ങളെ ഒന്നിച്ചായിട്ട് രാത്രി ദൈവത്തെ മഹത്വപ്പെടുന്നത്. എന്താണ് സുവിശേഷം? ഏതാണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ കുറെ അദ്വൈതങ്ങളോ ആശയങ്ങളോ അഭിപ്രായങ്ങളോ തത്വജ്ഞാനങ്ങളോ തത്വസംഹിതകളല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശുക്രിസ്തു. മാനവ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വന്തം മഹിമകൾ വെട്ടി ലോകത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യനായി ജനിച്ച് അവതരിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തും ദൈവമായി ജീവിക്കുന്ന യേശുക്രിസ്തു. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ കുറെ ആശയങ്ങൾ അഭിപ്രായങ്ങളല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശുക്രിസ്തു. ധന്യനായ പൗലോസ് വളരെ കൃത്യമായി പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഈ സുവിശേഷത്താൽ കാലാകാലങ്ങളിൽ ഈ കൃപയിൽ വരുവാൻ എനിക്ക് നിങ്ങൾക്കും ദൈവഭാഗ്യം നൽകും. നമ്മുടെ ഈ പുരുഷായുസിൽ ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യേശുക്രിസ്തുവിനെ കണ്ടുവെന്നുള്ളതാണ്. അതിൽ കൂടുതലൊരു ഭാഗ്യം വേറെ ഇല്ല. ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ഈ കൂട്ടായ്മയിൽ വന്ന് അപ്പൊ ആദ്യ നാളുകളിൽ ധരിച്ചിരുന്നത് 4 സുവിശേഷം ഉണ്ടായിരുന്നെന്നാണ്. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയത്, ലൂക്കോസ്, യോഹന്നാൻ. അപ്പൊ ആരംഭകാലത്ത് ഞാൻ ധരിച്ചു വച്ചത് സുവിശേഷം 4 ഉണ്ട് എന്ന് ധരിച്ചു ചിന്തിച്ചു. എന്നാൽ സഭയിൽ വന്ന് ദൈവദാസന്മാർ ദൈവവചനം പഠിപ്പിക്കുകയും ദൈവിക കൂട്ടായ്മയിൽ സംബന്ധിച്ച് വചനം പഠിച്ചപ്പോൾ മനസ്സിലായി സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. അത് കർത്താവാകുന്ന യേശുക്രിസ്തു. പിന്നെ ഈ 4 പേരും എഴുതിയിരിക്കുന്നത് നമുക്കറിയാം സുവിശേഷത്തിന്റെ 4 വശങ്ങളാണ്. ഒന്ന്, യേശുക്രിസ്തു രാജാതി രാജാവ്. 2, യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യൻ. 3, യേശുക്രിസ്തു മനുഷ്യനായി ഇവിടെ അവതരിച്ച് ദാസനായിട്ട് ഇവിടെ ജീവിച്ചു, യേശുവിന്റെ ദാസ്യത്വം. ഒടുവിലായിട്ട് യേശുക്രിസ്തു നിത്യ സത്യ ഏക ദൈവം. അപ്പൊ യേശുക്രിസ്തുവിന്റെ രാജത്വം, മനുഷ്യത്വം, ദാസ്യത്വം, ദൈവത്വം, ഇതാണ് ഈ 4 പേരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി യേശുക്രിസ്തു രാജാതി രാജാവാണ് എന്ന് തന്റെ എഴുത്തുകളിൽ കൂടി തെളിയിച്ചു തരുന്നുണ്ട്. എന്നാൽ ലൂക്കോസ് യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായി ഇവിടെ അവതരിച്ച വ്യക്തിയായിട്ട് ക്രിസ്തുവിനെ വരച്ചു കാട്ടും. മർക്കോസിന്റെ എഴുത്തിന്റെ വിശേഷത യേശുക്രിസ്തു ദാസനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചു. ഇതിനെല്ലാം വ്യത്യസ്തമായ യോഹന്നാന്റെ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. സാക്ഷാൽ ദൈവം, ഏക ദൈവം, നിത്യ ദൈവം, സത്യദൈവം യേശുക്രിസ്തു മാത്രം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പറയും, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശു അടുത്ത കാലത്ത് മുളച്ചു കിളിച്ച് പൊങ്ങി വന്ന ദൈവമല്ല, നമ്മുടെ ദൈവം നിത്യനായ ദൈവമാണ്. എന്ന് പറഞ്ഞാൽ 50 വർഷമോ 100 വർഷമോ 1000 വർഷമോ 10,000 വർഷമല്ല ദൈവത്തിന്റെ പഴക്കം. ദൈവം നിത്യനായ ദൈവമാണ്. എന്താ നമ്മുടെ ദൈവത്തിന്റെ പഴക്കം? സങ്കീർത്തനക്കാരൻ പാടിയിട്ടുണ്ട്, നമുക്ക് മനഃപ്പാഠമായിട്ട് അറിയാം. വായിച്ചേ, 90-ാം സങ്കീർത്തനം പ്രാരംഭവാക്യം. ദൈവത്തിന്റെ പഴക്കം അടുത്ത കാലത്ത് മുളച്ചു കിളിച്ച് പൊങ്ങിപ്പോകുമെന്ന ദൈവമല്ല, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ക്രിസ്തു നിത്യനായ ദൈവമാവായിര്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് പൊന്തി വന്ന ദൈവമല്ല, ദൈവം നിത്യനായ ദൈവം. സാറ വേദകാലത്തിൽ കൊടുത്ത പ്രയോഗം ഞാൻ, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പത് ന്യായത്തിന് അറുതിയില്ലാതുള്ള യുഗം മുമ്പ് വീരരൂപനായി വികലാപനായി നിന്ന മഹാനീതിനെ രതിക ഞാൻ ആദരാൽ വന്ദിക്കുന്നെന്ന
സകല ലോകങ്ങൾക്കും ആദികാരണവൻ, സകല ഭൂതങ്ങൾക്കും ആധാരപ്രദനവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേർന്ന് പെരിയവൻ എന്ന് പറഞ്ഞ നിത്യനാണ്. ഇതെല്ലാം പിടിച്ച് നോട്ട് ഒപ്പിച്ചൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് വിടരുത് കേട്ടോ. അങ്ങനെ വിലപ്പെട്ടാണ്, വിലപ്പെടുക. ദോഷം ഒപ്പിച്ച് വെക്കരുത്. കാരണം ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് മാത്രം എടുത്ത് നമുക്ക് പാരം ബന്ധുക്കൂസുകാരാ പാര വെക്കുന്നത്. മറ്റവരൊക്കെ മര്യാദക്കാരാണ് നമ്മുടെ ആൾക്കാർ. അതുകൊണ്ട് പേടിയാണ്. നല്ല വലിയ പ്രസംഗമൊന്നും അല്ലല്ലോ, ശാന്തമായിട്ടല്ലോ. അപ്പൊ അത് പിടിക്കാനുള്ളതൊന്നുമില്ല. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു അടുത്ത കാലത്ത് ഉണ്ടായ ദൈവമല്ല, നിത്യനാണ്. സാധുകൂടത്തിലിങ്ങനെ പറഞ്ഞു, യാതൊരു കാലത്ത് യാനാദിയായി നിർദ്ദേശിപ്പതിനായതിന് അറുതിയില്ലാതുള്ള യുഗം മുമ്പും വീരരൂപനായി വിമലാഭനായി നിന്ന മലാനീതിനീരധിക ഞാൻ ആദരാൽ വന്ദിക്കുന്നേ. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത് ഈ 14 ലോകമുണ്ടെന്ന്. അതലം വിതലം വിതലം സുതലം എന്നൊക്കെ 14 ലോകമുണ്ട്. എത്രയും ആകട്ടെ, ഞാൻ പറഞ്ഞ് ഉടക്കുണ്ടാക്കണ്ട. എത്രയുണ്ടേലും കൊണ്ട സാമൂഹ്യ മാധ്യമ സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ. സകല ഭൂതങ്ങൾ, ഭൂതം എന്ന് പറഞ്ഞാൽ അവരുടെ കൊള്ളുന്ന ഭൂതമല്ല, പഞ്ചഭൂതം. ഭൂതം എന്നാകെ ആദ്യത്തിന് മാത്രമേ അറിയാവൂ. സകല ഭൂതങ്ങൾക്കും ആധാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ. യാതൊരു കാലത്തെ യാനാദിയായി നിർദ്ദേശിപ്പതിനായതിനറുതിയില്ലാതുള്ള യുഗം മുമ്പും. അർത്ഥം, ഏതോ ഒരു കാലത്തെയാണോ ആദി എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിക്കുന്നല്ലോ. 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒരാരംഭമുണ്ട്. അപ്പൊ സാറിന്റെ ഭാഷ്യം, യാതൊരു കാലത്തെയാനാദിയായി നിർദ്ദേശിപ്പതിന് ആയതിനറുതിയില്ലാതുള്ള യുഗം മുമ്പും. ഏതോ ഒരു കാലത്തെയാണ് ഉൽപ്പത്തി 1:1 ആദി എന്ന് വിവക്ഷിക്കുന്നത്. അതിനും അറുതിയില്ലാതുള്ള യുഗം മുമ്പുള്ളവനാ ദൈവം. അപ്പോ അടുത്ത കാലത്ത് വന്ന ദൈവമല്ല, നാം ആരാധിക്കുന്ന ദൈവം നിത്യനായ ദൈവമാണ്. ഈ കാണുന്ന സകല ചരാചരങ്ങളെ, അണ്ടകടാകത്തെ, ഈ ബ്രഹ്മാണ്ഡ കൂട്ടിടാകത്തെ എല്ലാം നിർമ്മിച്ചവൻ ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവാണ്. പണ്ട് നമ്മൾ കേരളത്തിൽ പഠിച്ചിട്ട് പുള്ളി കോടാലി എടുത്തറിഞ്ഞപ്പോ കേരളം ഇങ്ങനെ അങ്ങനെ മൂലം ഇങ്ങനെ മൂലരുണ്ട്. കോടാലി അറിഞ്ഞു, കോടാലി ഇങ്ങനെ പാഞ്ഞു വന്നപ്പോ കേരളം ഇങ്ങനെ എന്തോരം പിടിച്ചു വെക്കരുതേ. അപ്പൊ ഇത് ദോഷമൊപ്പിച്ചു വെച്ചിരിക്കുക. കൊച്ചിനെ പഠിപ്പിച്ചതാ. കന്യാകുമാരി ചിരിയാതിയായി പോകർണാന്തമായി തെക്കു വടക്ക് നീളെ അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പാരം കരിമ്പ് മനസ്സുമുള്ള ജയരഞ്ച് കേരക്തമംഗതർ വെച്ചിട്ട് ഏത്തവാഴ ഈരന്റെ വസ്തുതകൾ ഇരന്ന് വിളക്കുമീന്നൽ പാരാട്ടിന്റെ കൽപ്പതൊരു മണ്ടിന നന്ദനാവ പണ്ട് പഠിച്ചതാ. അപ്പൊ ഇത് കോടാലിക്കും വാക്കത്തിക്കും വെട്ടിനെത്തിക്ക് പറഞ്ഞുണ്ടായതല്ല, ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവത്തിന് ഒരു വാക്യം, ധാരാളം വാക്യം ദൈവത്തിന് തരാൻ ഉണ്ട്, ധാരാളമുണ്ട്. പാട്ട് നടത്തിയിരിക്കുന്നത് വെള്ളാടപ്പുറം. ഉറക്കപ്പ ബിന്ദു വീട്ടിൽ കഞ്ഞി വെക്കുവോ? വെക്കും. സാറാറുടെ എന്തുകൊണ്ട് അരിയായിരുന്നത് കഞ്ഞി വെക്കാൻ. ഞാനിങ്ങോട്ട് വരുന്നില്ല, അത് വെപ്പം കുടിയൊന്നും ഉള്ളതല്ല. ഈ നീല വീട്ടിൽ കഞ്ഞി വെക്കുവോ? വെക്കും. സാറാറുടെ എന്തുകൊണ്ട് അരി ഇടുന്നു കേട്ടോട്ടെ. ആരിയാന്നോ, 2 3 ഇടങ്ങരിയാന്നോ, 1.25 1.5 5 ഏതാ ആദ്യം കിട്ടുമോ? ഇടമേ അരി വേകാനായിട്ട് ഇട്ട എല്ലാം പിടിച്ച് ഞെക്കി നോക്കുമോ? പിന്നെ എത്ര ഞെട്ടും? പറഞ്ഞ ഞെക്കിയാ പോലെ. അപ്പൊ ഞെക്കാനിപ്പോ ഒരു വാക്യം തരാം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവായി മുഴുവൻ സൃഷ്ടിച്ചെന്ന് ധാരാളം വാക്യങ്ങൾ തെളിവുണ്ടെങ്കിലും ഞെക്കാനിപ്പോ ഒരു വാക്യം. വെളിപ്പാട് 4:11 പാടില്ലേ? എവിടെയെന്ന് വായിച്ചു. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും. നീ സർവ്വവും സൃഷ്ടിച്ചവനാണ്. ഈ കാണുന്ന അണ്ടകടാകത്തെ മുഴുവൻ ബ്രഹ്മാണ്ഡം കൂടനാട്ടം പ്രകടിതഘടകം തൽപ്പനാണ്ഡം തൃണാണ്ഡം ധർമ്മം തമ്പട്ടം നമുക്ക്
പറയുന്നത് 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പലക്കുമാർ അകലത്തിലാണ് അസ്കര പ്രേക്ഷകർ എത്തിയിട്ടുള്ള നക്ഷത്രം ആകമാന സൂക്ഷ്മമായ 60 കോടി എന്നറിയണം. ഭൂമിയിലും മടക്കലും ഭാഗവൻ ബൃഹസ്പതി കെട്ടി ചന്ദ്രന്മാരുടെ 12 ലക്ഷാധികം അർദ്ധനും നേരിഷ്ടമാ 5 ലക്ഷം കോടികളെന്ന എന്ന് പറഞ്ഞാൽ എന്നെ തീരാത്ത നക്ഷത്രങ്ങൾ, ഗ്യാലക്സികൾ, ആകാശങ്ങളുടെ പൂജന കേന്ദ്ര വസ്തുക്കൾ, ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചവൻ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത് യേശു ക്രിസ്തുവാണ്. എബ്രായ ലേഖനത്തിൽ ഒരു പദം കിടപ്പുണ്ട്, സകലത്തിന്റെ ലാഭം സകലത്തിന്റെ കാരണഭൂതനും ആയവൻ. ഈ കാണുന്ന സകലത്തെയും നിർമ്മിച്ചവൻ നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ്. സകലത്തിലാകും അധിപനും അപ്പനാം ഉലകത്തെ നിർമ്മിച്ചോനും ആകാശ സകലത്തിലാകും അധിപനും മാത്രമല്ല. ഈ പാട്ടൊക്കെ മുമ്പനാട് സ്റ്റേജിൽ പാട്ട് ഒറ്റയ്ക്ക് നടക്കിയ പുള്ളിയാ പറഞ്ഞിരിക്കുന്നത്. അന്ന് പുറകിലായി പോയി സ്തോത്രം ഒറ്റയ്ക്ക് പാടി ജനം ആത്മാവിൽ നൃത്തം ചെയ്തിട്ടുണ്ട്. സാമ്പത്തികാന അവരുടെ നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കണം. സകലത്തിലാകും അതിപെന്നും ദൈവത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഓരോ അധ്യായത്തിലും ക്രിസ്തു യേശു ദൈവമാണെന്ന് യോഹന്നാൻ തെളിയിച്ചു. യേശു ക്രിസ്തു ധാരാളം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ അവൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതങ്ങളുടെ ദൈവമായി ക്രിസ്തു പരിലസിക്കുന്നു. 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവൻ അവിടെ ഉടനെ സൗഖ്യമാക്കിയ വസ്തുതകൾ ശക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. തന്നെ നിക്കോദോമസിനോട് കർത്താവ് സംസാരിക്കുന്നു. അവൻ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ശബരിയാകാര്യമായിട്ടുള്ള സംഭാഷണ പരമ്പരയാണ് കർത്താവിന്റെ മഹത്വം. അപ്പോൾ ആത്മാവാന്തികമായി ക്രിസ്തു വെളിപ്പെടുന്നു. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പുറപ്പിക്കുന്ന അത്ഭുതങ്ങളുടെ ദൈവമായി യേശു പരിലസിക്കുന്നു. 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായി ക്രിസ്തു പ്രകാശിക്കുന്നു. 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ സ്വർഗ്ഗത്തിൽ നടക്കുമെന്ന ജീവന്റെ അപ്പം കർത്താവിന്റെ മഹത്വം ഞാൻ വെളിച്ചമായിരിക്കുന്നു. 9-ാം അധ്യായത്തിൽ പുറവിലെ കുരുടനെ സൗഖ്യമാക്കി. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായി പരിലസിക്കുന്നു. അങ്ങനെ ഓരോ അധ്യായത്തിൽ 11-12 അധ്യായം മരിച്ച ലാസറിനെ യേശു ഉയർപ്പിച്ച വിഷയം. അങ്ങനെ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവാണെന്ന് വിശ്വാസപ്പെടാൻ നിരവധി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടി എഴുതിയാൽ ഈ പുസ്തകം തികയുന്നില്ലെന്ന യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. തെളിവിന് 21-25 ധാരാളം അത്ഭുതങ്ങൾ യേശു ചെയ്തു. അതെല്ലാം കൂടി എഴുതിയാൽ എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുക്കത്തില്ല. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്. എങ്കിലും ഉറങ്ങിയത് വായിക്കാം. 21-25 യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. യേശു ക്രിസ്തു ചെയ്ത നിരവധി അത്ഭുതങ്ങളുണ്ട്. അത് ഓരോന്നായി ഓരോന്നായിട്ട് എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ പോലും ഒതുങ്ങത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ
ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു ഒന്നോ രണ്ടോ അത്ഭുതം ചെയ്തേച്ച് പമ്മിപ്പോയാളല്ല, നിരവധി അത്ഭുതം ചെയ്തു. ഇന്നത്തെ അത്ഭുത ശുശ്രൂഷകന്മാരല്ല ഏതൊക്കെ ഒരു രോഗശാന്തിയുടെ കൈ കൂടെ കാണിക്കുന്നത്. നമ്മുടെ ടി വി കണ്ടു മുതലേ ഒരൊറ്റ രോഗശാന്തിയുള്ളൂ. കൂടുതൽ ഈ മുഴയാ മാറുന്നത്, വേറൊന്നും അധികം ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അനവധി അത്ഭുതം യേശു ചെയ്തു. സ്തോത്രം. അതെല്ലാം കൂടി എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒന്നും പണ്ടാലും സൗഖ്യം എത്തുക ചെവിയാക്കാണ്ടല്ലേ, ചെവിക്കാൻ തൊട്ട് വരലിട്ടെന്നാ പറയാൻ കേൾക്കാവുന്നു. കേൾക്കാം, ഇനി ചെവി കേട്ടോണ്ടിരുന്നതാ. കേൾക്കാൻ വരാത്തതിനകത്ത് ഇപ്പോഴത്തെ അത്ഭുതങ്ങൾ മിക്കതും അങ്ങനെ. യേശു അങ്ങനെ പൂർണ്ണ സൗഖ്യം കൊടുത്തു. അതെല്ലാം കൂടി എഴുതിയ പുസ്തകം ലോകത്തിൽ പോലും ഒതുങ്ങുകയില്ല. എന്നാൽ എല്ലാ അത്ഭുതങ്ങളെയും പുസ്തകത്തിൽ എഴുതാതെ കടഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത ഏതാനും ചെറിയ അത്ഭുതങ്ങൾ മാത്രമാണ് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അതെന്താ എല്ലാ അത്ഭുതങ്ങളും രേഖപ്പെടുത്താതെ ഏതാനും ചിലത് മാത്രം രേഖപ്പെടുത്താൻ കാര്യം? വായിക്കാം 20-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. ധാരാളം അത്ഭുതം യേശു ചെയ്തു, എല്ലാം കൊണ്ട് എഴുതിയിട്ടില്ല. എഴുതിയ പുസ്തകം എഴുതിയാൽ ലോകത്തിൽ ഒതുങ്ങത്തില്ല. എന്നാൽ കടഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത ഏതാനും ചില അത്ഭുതങ്ങൾ മാത്രം പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ കാരണം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാർ ചെയ്തു. യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം കാണുകയാണ്. 38 വർഷക്കാരൻ പറഞ്ഞ് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. അവൻ അന്നേരം നടന്നെന്നുള്ളതാണ്. കൂലിയായ സ്ത്രീയോട് പറഞ്ഞു നിവരട്ടെന്ന് പറഞ്ഞു, അന്നേരം ഇവിടെ കൂലി മാറി എന്നുള്ളതാണ്. എല്ലാവരും കാണുകയാ ചെയ്യുന്നത്. ഇപ്പോഴത്തെ പല അത്ഭുത ശുശ്രൂഷകൾ ആർക്കും കാണാൻ പറ്റുന്നില്ല. മുടങ്ങി വരുന്ന പുള്ളി ഇപ്പോഴും മുടങ്ങി തന്നെ പലതും പോകുന്നത്, അല്ലാതൊക്കെയാ പലതും നടക്കുന്നത്. ഞാൻ അത്ഭുതങ്ങൾക്കെതിരല്ല, ഇതിന്റെ പേരിലൊക്കെ ഒത്തിരി വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പോട്ടെ. അപ്പൊ യേശു ക്രിസ്തു എഴുതിയ അത്ഭുതങ്ങളെല്ലാം കൊണ്ട് അത് എഴുതിയ ലോകത്തിൽ ആ പുസ്തകം ഒതുക്കത്തില്ല. ഇവിടെ വായിക്കുന്നത് 30-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. അടുത്ത വാക്യം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന സകല ആൾക്കാരും ഒന്നുകൂടെ വിശ്വസിച്ച് ആവർത്തിച്ച് ഉറപ്പിച്ച് പറയണം, യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞാൽ നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് ഇത് എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി ഈ യോഗം ഇങ്ങനെ ക്രമീകരിച്ചതും ഇത്രയും പേരെ കൂട്ടിവരുത്തിയതും ഇങ്ങനെയൊക്കെ ക്രമീകരണം തന്നതിന്റെ പിന്നിൽ ഒറ്റ വിഷയമേ ഉള്ളൂ. യേശു ക്രിസ്തു ദൈവമാണെന്ന് എല്ലാവരും വിശ്വസിക്കണം. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഏകദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, സത്യദൈവം, കർത്താവാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ ഈ കാര്യം നിങ്ങൾ വിശ്വസിക്കാനും അതൊന്നുകൂടെ ഓർപ്പിച്ച് ഉണർത്തുവാൻ വേണ്ടിയാ ഈ യോഗങ്ങൾ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി യേശുവിൽ വിശ്വാസമില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സ്നേഹിതാ പ്രിയരെ, ഇന്ന് രാത്രി യേശുവിനെ ഉള്ളത്തിലേക്കെടുത്ത് മടങ്ങി പോകാം. അപ്പോൾ നിരവധി അത്ഭുതങ്ങൾ യേശു ചെയ്തു. എന്നാൽ ചിലത് മാത്രമാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിലെ വിഷയം യേശു ക്രിസ്തു ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. കടന്നു പോകുന്ന യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറയുകയാണ്, അടാ പോകുന്നതാണ് ദൈവത്തിന്റെ കുഞ്ഞാണ്. 29-ാം വാക്യവും 35-ാം വാക്യവും 1:29, 1:35. പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. കടന്നു പോകുന്ന യേശുവിനെ കണ്ടുകൊണ്ടെങ്കിൽ നടന്നു വരുന്ന യേശുവിനെ കണ്ട് യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. 35-ാം വാക്യം കൂടെ ചേർന്ന് പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. ശ്രദ്ധിക്കുക, ഇതാ എന്ന പ്രയോഗത്തോടുകൂടെ യേശു ക്രിസ്തുവിനെ പുസ്തകത്തിൽ 2-3 സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഒന്നാമത് കാണുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. വേറൊരു ഭാഗത്ത് കാണുന്നു, ഇതാ നിങ്ങളുടെ രാജാവ്. വേറൊരു ഭാഗത്ത് കാണുന്നു, ഇതാ മനുഷ്യൻ. വായിച്ച് 19-ാം അധ്യായത്തിന്റെ 5-ാം വാക്യവും 19-ാം അധ്യായത്തിന്റെ 14-ാം വാക്യവും. 19:5, 19, 14. അങ്ങനെ യേശു മുൾക്കിരീടവും
ധൂമ്രവസ്ത്രവും ധരിച്ച് അങ്ങനെ യേശു ക്രിസ്തു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ ഇതാ, അല്ലെങ്കിൽ ഇതാ ആ മനുഷ്യൻ. അത് പീലാത്തോസ് പറയാൻ കാര്യം, തലേ ദിവസം പിടിച്ച രൂപത്തിലല്ല ഈ പറയുന്ന സമയത്ത് ക്രിസ്തു നിൽക്കുന്നത്. തലേ രാത്രി മുഴുവൻ പങ്കപ്പാടുകൾ സഹിച്ച് അവൻ ചാട്ടവാറിന്റെ ഘോരമായ പ്രകടനമേറ്റ് അവൻ തീർന്നില്ല. മുഖത്തെ രോമമെല്ലാം പിഴുതെടുക്കപ്പെട്ടവനായി, മുഖമെല്ലാം നീതി വെച്ച് വീർത്ത് വികൃതമായി, സങ്കീർത്തനക്കാരന്റെ ഭാഷയെ പറഞ്ഞാൽ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ യശയ്യാപ്രവാചകൻ ചേർത്ത് പറയുന്നല്ലോ. അവന്റെ മുതല ഉടവജാല പോലെ നീളത്തെ കയറിയുന്ന സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അവൻ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരൂപമായി, പ്രാകൃതം പിടിച്ച വിരൂപമായ ഭീകരമായ ഒരു അവൻ സ്വത്വം പോലെ എന്ന് പറഞ്ഞ മുഖമെല്ലാം വല്ലാതെ ഭയാനകമായ നിലയിൽ യേശു നിൽക്കുകയാണ്. അപ്പൊ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് ജനത്തിനിടയിൽ അവശബ്ദവും കുശുകുശുപ്പും ഉണ്ടായി. ചില ആൾക്കാർ പറഞ്ഞു ഇന്നലെ പിടിച്ച ക്രിസ്തുവാണത്. അപ്പൊ ചിലർ പറഞ്ഞല്ല, ഇന്നലെ പിടിച്ചവൻ 10,000-ങ്ങളിൽ 1000-ങ്ങളിൽ സുന്ദരനാ. അവൻ കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവന്. അവൻ 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനെയാണ് ഇന്നലെ പിടിച്ചത്. ഇത് പ്രാകൃതം കേട്ട മനുഷ്യൻ. അപ്പൊ ഈ തർക്കം മൂത്തപ്പോൾ തർക്കം പരിഹരിക്കാനും കൂടെ പീലാത്തോസ് പറഞ്ഞത്, തർക്കിക്കേണ്ട, ആ മനുഷ്യൻ ഇത് തന്നെയാണ്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ പാപവും ശാപവും രോഗങ്ങളും അനീതികളും നീക്കുവാൻ യേശു നമുക്ക് വേണ്ടി പങ്കപ്പാട് ശ്രമിച്ചു. അപ്പൊ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊടുവൻ ഇതാ ആ മനുഷ്യൻ. അതുപോലെ തന്നെ 19:14 വായിച്ചേ. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. 14 വാക്യം. 14. അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഒരുക്കനാളായിരുന്നു. ഏകദേശം 6 മണി നേരമായിരുന്നു. അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. ഇതാ നിങ്ങളുടെ രാജാവ്. അപ്പോൾ ഇതാ എന്ന പ്രയോഗത്തോടുകൂടെ യേശു ക്രിസ്തുവിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 ഒന്നാം അധ്യായത്തിൽ 29, 19:5, 19, 14. ഒന്നാം അധ്യായത്തിൽ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും അവൻ ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടെന്നും കോപത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ പലയിടങ്ങളിൽ അലങ്കാര ഭാഷയിൽ ക്രിസ്തുവിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നാൽ ഇതൊരു ചോദ്യത്തിന്റെ ആൻസറാണ്. ചോദ്യം കിടക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഇത് ആൻസറാണ് കിടക്കുന്നത്. ഇതാണ് കുഞ്ഞാട്. ചോദ്യം ഉൽപ്പത്തിയില്ല. കാരണം നമുക്കറിയാം, വിശ്വാസികളുടെ പൂർവ്വപിതാവാകുന്ന അബ്രഹാമിനെ ഒരു രാത്രി ദൈവം പരീക്ഷിച്ചു. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ ഞാൻ പറയുന്ന മോരിയാമരികളിൽ മലയിൽ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കണം. എന്റെ ഭാഷയെ പറഞ്ഞ അരുണപ്പാട് കേട്ട അബ്രഹാം അടങ്ങി കിടന്നില്ല. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. നമ്മൾ എഴുന്നേറ്റ് പോകുകയല്ല. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് ബാല്യക്കാരെ ക്രമപ്പെടുത്തി തന്റെ മകനായ ഇസ്ഹാക്കിനെ കൂട്ടി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് അബ്രഹാം യാത്രയാണ്. ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. ദൂരെ വെച്ച് അബ്രഹാം ആ സ്ഥലം കണ്ടപ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിപ്പി, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അത് വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക. ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. ആ വിശ്വാസ പ്രഖ്യാപനം നടത്തണം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. അങ്ങനെ വിശ്വാസ പ്രഖ്യാപനത്തോടെ നടന്ന് ബാല്യക്കാരെ അവിടെ ഇരുത്തിയിട്ട് അബ്രഹാമും തന്റെ മകനായ ഇസഹാക്കും കൂടെ കടന്നുപോയി. പോകുന്ന വേളയിൽ ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ കത്തിയും വറകുമൊക്കെ ഉണ്ട്, യാഗത്തിനുള്ള മൃഗമെന്തിയെ, ആനന്ദിയെ. അപ്പോൾ അബ്രഹാം മകനെ വിശ്വാസം പിടിച്ച് മകനെ യഹോവ കരുതിക്കൊള്ളു. അപ്പൊ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എന്തിയെ, ആ ഭാഗം നമുക്കറിയാം. അങ്ങനെ മോറിയാമലികൾ ചെന്ന് അബ്രഹാം ഇസഹാക്കിൽ ചെന്ന് യാഗപീഠമെടുക്കി ഇസഹാക്കിന്റെ യാഗപീഠത്തിൽ കെട്ടി. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്, കത്തിയെടുത്ത് അബ്രഹാം ഇസഹാക്കിനെ കണ്ടിക്കുവാൻ ഹോമയാഗം അർപ്പിക്കാതിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് ദൂത് പറഞ്ഞു, അബ്രഹാമെ ബാലങ്ങനെ കൈവെക്കരുത്. ഈ ചില ആൾക്കാർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അബദ്ധമൊക്കെ ഞാൻ പറയും. അബ്രഹാം കത്തിയെടുത്തിങ്ങനെ ഓങ്ങി വീശി, അങ്ങനെ നേരെ വെച്ചതില്ല, അതൊക്കെ ശുശ്രൂഷയ്ക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ പറയാനുള്ള. അബ്രഹാം കത്തിയെടുത്തിങ്ങനെ ഓങ്ങി എന്നൊക്കെ പറഞ്ഞ ചുമ്മാ ഇരിക്കുന്നവരിങ്ങനെ കേട്ടുന്ന കാണാം. ഓങ്ങിയെന്നൊന്നുമില്ല, അബ്രഹാം കത്തി എടുത്തു എന്നേ ഒരു പദമേ ഉള്ളൂ. 22:10 വായിച്ചേ. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. എടുത്തതേ ഉള്ളൂ. ഓങ്ങിയൊന്നും വീശിയൊന്നും ഒന്നുമില്ല. അത് കിടക്കാൻ പറയേണ്ടതാണ്. നമുക്ക് ചില ശൈലികളുണ്ട് കിടക്കാൻ. ഇന്ന് രാത്രി അങ്ങനെ പറഞ്ഞ കിടക്കും. ഇന്ന് രാത്രി എന്ന് പറഞ്ഞ ആരും ഇടയില്ല, കിടക്കാൻ കൊള്ളുകയല്ല. ഇന്ന് രാത്രി ദൈവത്തിന്
ദൈവത്തിന്റെ പൈതല് അങ്ങനെ പറപ്പിക്കുമ്പോ ചുമ്മാ ഇരിക്കുന്നൊരു അനങ്ങുന്നതാണ് നമ്മുടെ ശൈലികൾ. അപ്പോൾ അബ്രഹാം തന്റെ മകനെ അടക്കേണ്ടതിനെ കത്തി എടുത്തുടനെ കർത്താവ് ആലോചന പറഞ്ഞ അബ്രഹാമേ ബാലന്റെ ശ്രദ്ധിക്കുക. കത്തി എടുത്തപ്പോഴേ കർത്താവിന് മനസ്സിലായി ഇനി മിണ്ടാതിരുന്നാൽ അവറാക്കൻ കണ്ടിക്കും. അത്ര ഇനമാണ്. നമ്മള് കത്തി എടുത്തിങ്ങനെ ആശ കാണിക്കും. നീട്ടി പറഞ്ഞ ഞാറാക്കാൻ കൊടുക്കണ്ടെന്നെങ്ങാനും തിരിശബ്ദം ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ഹാല് അപ്പുറം നീട്ടി പറയണം. ഹാല് എന്നിട്ട് പറയേണ്ട കാര്യമില്ല, ലേലിയ പറഞ്ഞാൽ മതി. അപ്പൊ ഈ അബ്രഹാം കത്തി എടുത്തുടനെ കർത്താവിന് മനസ്സിലായി ഇനി മിണ്ടാതിരുന്ന ഇവൻ കണ്ടിക്കും. കാരണം അബ്രഹാമിന്റെ ഹൃദയം ദൈവം നോക്കുമ്പോൾ സമ്പൂർണ്ണ സമർപ്പണത്തിലാണ്. ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. അപ്പൊ സമർപ്പണത്തിൽ അബ്രഹാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ ബാലന്റെ കൈമക്കൽ. ശ്രദ്ധിക്കുക, നിങ്ങൾ വചനത്തിൽ പരിജ്ഞാനപ്പെട്ട ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പകരം ഒരാട്ടിൻകുട്ടി അവിടെ യാഗം കഴിച്ചതായിട്ട് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ സംഭവം ഇസഹാക്കിനെ യാഗമായിട്ട് ദൈവം അംഗീകരിച്ചു. ആ ചെയ്തി, ആ പ്രവൃത്തി ഇസഹാക്കിനെ ഹോമയാഗം കഴിച്ചതായിട്ട് അവർ ദൈവം അംഗീകരിച്ചത്. അത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് അക്കാര്യം വ്യക്തമായി രേഖപ്പെടുത്തി. വായിച്ചേ 11-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. ഉൽപ്പത്തി അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. 11-17 ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞത് ഞാനൊരു ഭാഗം പറഞ്ഞു. വിശ്വാസത്താൽ അബ്രഹാം പിന്നെ വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിന്റെ യാഗം അർപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. പകരം ആട്ടിൻകുട്ടി അറക്കപ്പെട്ടു. എന്നാൽ ഈ സംഭവം യാഗമായിട്ട് ദൈവം അംഗീകരിച്ചു. അതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് മുഖാന്തരം അവിടെ പരിശുദ്ധാത്മാവ് പറയുക. ഒന്നുകൂടെ വായിച്ച സഹോദര, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചെന്ന് അവിടെ കൊടുത്തേക്കുന്നത്. രണ്ട് സാക്ഷി കൊണ്ടും രണ്ടു വാക്ക് കൊണ്ടും ഒക്കെ ഒരു കാര്യം ഉറപ്പിക്കാം. അപ്പൊ ആദ്യം പറയുക ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. അടുത്ത വാക്യം കൂടെ ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. തന്റെ ഏകജാതനെ അർപ്പിച്ചു. അപ്പോൾ മുകളിൽ കൊടുത്തു ഇസഹാക്കിനെ അർപ്പിച്ചു, താഴെ വീണ്ടും എഴുതി ഇസഹാക്കിനെ അർപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇസഹാക്ക് യാഗമായി തീർന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ടില്ല. പക്ഷെ ഈ സംഭവം യാഗമായി അംഗീകരിച്ച് എബ്രായ ലേഖനത്തിൽ പറയുക ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇനി ഇസഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം എന്താണ് അടുത്ത വാക്യത്തിലുണ്ട്. വായിച്ചേ, എബ്രായ തന്നെ അവിടെ വായിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ച വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ കണ്ണാടി നമ്മൾ പുറകോട്ടിരിക്കും. മൈക്ക് പിടിച്ചു കൊടുക്കും. ആള് മറിക്കുമ്പോൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നുകയും അപ്പൊ ശ്രദ്ധിക്കുക, ഇസഹാക്കിനെ മോറിയാമലയിൽ കൊണ്ടുപോയി യാഗമായി കഴിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ എന്റെ ദൈവം വിശ്വസ്തൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം. അബ്രഹാമിന്റെ വിശ്വാസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ എന്റെ ദൈവം വിശ്വസ്തൻ. അങ്ങനെ ഉയർത്തവനായിട്ട് ഇസ്ഹാക്കിനെ കൊണ്ടുവന്ന അടുത്ത വാക്യം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്നുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ ഉയർത്തവനെ പോലെ അവരെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ ഇസ്ഹാക്കിനെ
കോമയിലേക്ക് കൊണ്ടുപോയി കോമയാൻ കഴിച്ചു. ഇസഹാക്ക് മരിച്ചു, അടക്കപ്പെട്ടു. അബ്രഹാമിന്റെ വിശ്വാസം, ഞാൻ യാഗപീഠം പണിത് ചെറുക്കനെ അവിടെ കൊണ്ട് കയ്യും കാലും കെട്ടി തുണ്ടമായിട്ട് മുറുക്കി കത്തി കൊണ്ട് മുറുക്കി തീ കത്തി ചാമ്പലായി ഒരു പിടി ചാരമായാൽ ആ ചാരത്ത് നിന്ന് ഇസഹാക്കിനെ ഉയർപ്പിക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇന്ന് രാത്രി കൂടപ്പെട്ട ദൈവമക്കൾ ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും തീർപ്പം കൽപ്പിക്കുവാൻ ദൈവം വിശ്വസ്തൻ. അവൻ ഡോക്ടർമാരെ തട്ടിക്കളയുന്ന കേസുകളെ അവൻ വിടുവിച്ചു തരുവാൻ ദൈവം വിശ്വസ്തൻ. മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി ജീവിക്കുന്നു. മാറാ രോഗങ്ങൾക്ക്, തീരാ വ്യാധികൾക്കും സൗഖ്യം തരുവാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. Praise the Lord. Praise the Lord. അബ്രഹാമിന്റെ വിശ്വാസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ എന്റെ ദൈവം വിശ്വസ്തൻ. അങ്ങനെ തന്നെ ഇസഹാക്കിനെ തിരിച്ചു കൊണ്ടുവന്നു. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ എന്ന് പറഞ്ഞാൽ ഉയർത്തവനെ പോലെ ഇസഹാക്കിനെ തിരിച്ചു. ഒരു ചിന്ത പറയാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് യാഗമായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്ത ഇസഹാക്കിനെ അബ്രഹാം തിരിച്ചു കൊണ്ടുവന്നു. ഈ പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളും പ്രതിരൂപ സ്വരൂപങ്ങളായിട്ട് പറയുമ്പോ ഈ നെടലും പൊരുളും. അപ്പോൾ പഴയ നിയമത്തിൽ പലതും നെടലും, പുതിയ നിയമം അതിന്റെ പൊരുൾ. അങ്ങനെ പഠിക്കുമ്പോൾ അബ്രഹാമിനെ പിതാവായ ദൈവത്തിന്റെ നടലായിട്ടും ഇസഹാക്കിനെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ നടലായിട്ടും എലയാസറിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നടലായിട്ടും അതുപോലെ തന്നെ റിബേക്ക ദൈവസഭയ്ക്ക് നടലായിട്ടൊക്കെ പഠിപ്പിക്കാറുണ്ട്. തെറ്റില്ല. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ അബ്രഹാം പിതാവായ ദൈവത്തിന്റെ നടലെ ഇസഹാക്ക് യേശു ക്രിസ്തുവിന്റെ നടല. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത ഇസഹാക്കിനെയാ അബ്രഹാം തിരികെ കൊണ്ടുപോകും. അങ്ങനെ അടുത്തൊരു പ്രത്യാശയ്ക്കുതകുന്ന ഒരു കാര്യം പറയാം. ഇസഹാക്കിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് 22. അപ്പൊ ഇസഹാക്ക് മരിച്ചത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ. ഇസഹാക്കിന്റെ കല്യാണം എത്ര അധ്യായത്തിലാണ്? കല്യാണം കഴിച്ചോ? പുള്ളി വന്നതായി ഇസഹാക്ക് കല്യാണം കഴിച്ചു. ഏത് അധ്യായത്തിലാ? വായിക്കാനോട് എഴുതിയിട്ടില്ലെന്ന് ചോദ്യമാണ്. ഇസഹാക്കിന്റെ കല്യാണം എത്ര അധ്യായത്തിലാ? 24. ഒരു ചിന്ത പറയാ. 22-ാം അധ്യായത്തിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്ത ഇസഹാക്ക്. 23-ാം അധ്യായം സാറാ മരിക്കുന്നു. സാറയുടെ അമ്മയുടെ മരണം കഴിഞ്ഞ ഉടനെ അടുത്ത അധ്യായം ഇസഹാക്കിന്റെ കല്യാണമാണ്. എന്ന് പറഞ്ഞാൽ മരിച്ചു, അടക്കപ്പെട്ട് അധികം താമസിച്ചില്ല കല്യാണം നടക്കുക. അങ്ങനെയെങ്കിൽ കാൽവരിയിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തു. അധികം താമസിക്കാതെ വിവാഹവും. അതാണ് നമ്മുടെ പ്രത്യാശ. അധികം താമസിക്കാതെ അവൻ തന്റെ സഭയെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് പത്രോസ് കൊടുത്തിരിക്കുന്ന ജീവനുള്ള പ്രത്യാശ. ഞാൻ പറയുന്നത് ഈ കഷ്ടങ്ങളും രോഗങ്ങളും പീഡകളും ആക്ഷേപവും നിന്നെ അപമാനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല പയറുപോലെ നിൽക്കുന്നത് യേശുവിന്റെ വീണ്ടും വരവുള്ളതുകൊണ്ട്. ഇനി ഞാൻ പെന്തിക്കോസ് ആരാധനയാണ് നല്ല ആരാധന. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നട്ടം മാറും. ഉദാഹരണമാണ് 50 ലക്ഷം രൂപ കടം. 50 ലക്ഷം കടമായിട്ടിരിക്കുന്ന ഭർത്താവ് തൂക്കിച്ചാകാനിരിക്കുക. ഭാര്യ പറഞ്ഞിരിക്കാൻ ഞാൻ യോഗത്തിന് പോകാന്ന് പറഞ്ഞു. പിടിച്ചുകൊണ്ട് ഒരു തരം നിർബന്ധിച്ച് വരികയല്ല. അവസാനം കൊണ്ടുവന്ന് യോഗത്തിന് വരുന്നില്ല. നാട്ടിലെ രീതിയാണ്. ബാബാന്ന് പറഞ്ഞു ഒരിക്കൽ ഷർട്ടൊക്കെ എടുത്ത് കൊടുത്ത് 50 ലക്ഷമാണ് കടം. പുള്ളി ഒരു തരം പരുവത്തിൽ കയറ്റി വരാൻ പറഞ്ഞ് ബൈക്ക് എടുത്ത് അടിച്ചിട്ട് പഠിച്ചിട്ടൊന്നും ചാട്ടാകുന്നില്ല. നിരാശയുടെ അടിയാണ്. പഠിച്ചിട്ട് വേണം അവസാനം കമത്തി കിട്ടലടി. എന്നാലും കിട്ടാന്ന് കേട്ട് ഒരു തരത്തിൽ പരുവത്തിന് കയറി പിടിച്ചിരുന്നോണം പണമുണ്ടെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ നിരാശയല്ലേ വരുന്നത്. 50 ലക്ഷക്കാരൻ വന്ന് ഏറ്റവും പുറകിലിരിക്കുക. പെന്തിക്കോസാരാധനയുടെ ഒരു വിശേഷത ഏറ്റവും പുറകിൽ 50. അപ്പൊ നമ്മൾ യോഗം തുടങ്ങുക. പാസ്റ്റർമാർ പറഞ്ഞ് യോഗം എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കാം. പിന്നൂട്ടിച്ചാൻ പ്രാർത്ഥിക്കും. പിന്നൂട്ടിക്ക് കൊടുത്തില്ലേ ബഹളം ഉണ്ടാക്കും. ചില പിന്നൂട്ടി ബഹളം ഉണ്ടാക്കും. പിന്നൂട്ടിച്ചാൻ പ്രാർത്ഥിക്കുന്നു തുടങ്ങാൻ പറയും. ആ പിന്നൂട്ടിക്ക് കൊടുത്ത് മുന്നോട്ട് തന്നെ കോള് കൊള്ളിച്ച് പ്രാർത്ഥിക്കും. താവേ ആരാധനയ്ക്കാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന ലോകത്താലും ഭാരത്താലും കടഭാരത്താൽ വന്നവരാരെയും ഉണ്ടെങ്കിൽ ഇന്നത്തെ ആരാധന കഴിയുമ്പോൾ വിടുതൽ അങ്ങനത്തെ കോള് കൊള്ളിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ ഈ 50-കാരൻ പുറകെ നോക്കി കടഭാരത്താൽ ആക്കക്കൂട്ടിയാ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് നിർത്തിയോടെ ഞാൻ പാസ്റ്റർ പറഞ്ഞു നമുക്ക് പാട്ട് പാടി ദൈവത്തെ ശൂശു എന്ന് പറഞ്ഞ് യേശു അതൊന്നും പാടരുത്. നല്ല പാട്ട് കിടപ്പുണ്ട്. അങ്ങനെ പാട് നിർത്തിയപ്പോൾ പ്രാർത്ഥന നിർത്തിയപ്പോൾ പാട്ട് പാടാന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ പാടുക നഗ്നതയാകിലും നഗ്നങ്ങൾ വന്നാലും ഇഷ്ടന്മാർ വിട്ടാലും പുഷ്ടിയ ജീവിക്കും തീരും ദുഃഖം വില
പാപവും ചേരും ഞാൻ സ്വർഗ്ഗമേകം ഹല്ലേലൂയ അന്ന് തീരും എല്ലാവരും ആത്മാവിൽ അറിയാം. അപ്പൊ 50-കാരൻ പയ്യെ അടി തുടങ്ങും. പഠിപ്പിക്കും നമ്മള് നിരാശയിക്കാതെ തീരുവൻ ദുഃഖം പയ്യെ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലായും കേൾക്കുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പാട്ടുകൂടെ പാടി. അപ്പൊ ഒരു സഹോദരി പാടുക, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ മറ്റേ പാട്ട് പാടരുത്, എന്റെ വീട്ടിലാകെ മിണ്ടിപ്പോകരുത്. അത് പാടി അവൻ തമിഴ്. അപ്പൊ ഈ പാട്ട് പാടും, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും അത് കഴിയുമ്പോ പാസ് വരെ നമുക്ക് ഒരു സങ്കീർത്തനം പാടി ദൈവത്തെ ഉടനെ 46 ദൈവം നമ്മുടെ അങ്ങേതോ ഓരോ കഷ്ടങ്ങളിൽ എന്തൊരു ഒരു പിടി. അപ്പൊ 50-കാരൻ കാസർഗോഡേക്ക് നല്ല അന്തസ്സായിട്ട് അങ്ങ് വിലപ്പെട്ട് വന്നു. പിന്നെ ഞങ്ങളെ പോലെ വലിയ ഉപദേശിമാരും എല്ലാം ഉണ്ട്. ഞങ്ങൾക്കൂടെ സമയം നിങ്ങൾ തന്നെ എടുക്കരുത്, ഞങ്ങൾക്കൂടെ ഒക്കെ തന്നാൽ ഞങ്ങൾ ഒരു വർഷം അങ്ങോട്ട് പ്രസംഗിക്കും. ദൈവകൃപയെ ശരണപ്പെട്ടു 50-കാരൻ നല്ല ബലത്തിലായിത്തീരും. അതാ പെന്തിക്കോസ്തുകാരാണ്. യോഗം കഴിയുമ്പോൾ നല്ല വെട്ടിക്കുറ്റി പോലെ ബാഡി എന്ന് പറയും. ഇങ്ങോട്ട് നിരാശയോടെ വന്ന് ബാഡി എന്ന് പറയും. വീട്ടിൽ നിറയ്ക്കാൻ മറ്റാരടി അടിച്ചു തന്നെ അതാ പെന്തിക്കോസ്തുകാര. അതിനായി പെന്തിക്കോസ്തുകാരാണെന്ന് നല്ലതാണ് ഞങ്ങൾ ഈ പറഞ്ഞ അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഈ കൃപയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. ഈ കൂട്ടായ്മയിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരണം. അപ്പോൾ 22-ാം അധ്യായത്തിൽ ഇസഹാക്ക് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. അധികം താമസിക്കാതെ ഇസഹാക്കിന്റെ കല്യാണമായി. ഇനി വേറെ ചിന്ത പറയാം. കർത്താവാകുന്ന യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് അധികം താമസിക്കാതെ കേൾക്കുന്ന സുവാർത്ത സഭ ആരംഭിച്ചത്. മരിച്ചടക്കപ്പെട്ട് ഉയർന്ന് അധികം താമസിക്കാതെ കേൾക്കുന്ന വാർത്ത മാലകമുറി സഭ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇസഹാക്ക് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തിങ്ങോട്ട് വന്നപ്പോൾ ഒടുവിൽ കേട്ട വാർത്ത റിബേക്ക ജനിച്ചെന്ന്. 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 30-ാം വാക്യം ഒന്ന് വായിച്ചേ. 22-ാം അധ്യായത്തിന്റെ ഒടുവില് കണ്ടിക്കാൻ തുടങ്ങുന്നത് അവന്റെ വെപ്പാട്ടി അടുത്ത വാക്യം എരുമ എന്നവളും അടുത്ത വാക്യം തേബഹ ഗഹാം തഹശ മാഗ എന്നിവർ. ഇവിടെ ബെതുവേലിന്റെ അപ്പന് 8 പിള്ളേര് ജനിച്ചു. ഒടുവിൽ കേട്ട വാർത്ത റിബേക്ക ബെതുവേലിനെ ജനിപ്പിച്ചെന്നാണ് കേൾക്കുന്നത്. ബെതുവേലി ജനിപ്പിച്ചു. ആ വാക്യം വായിക്കേ. എത്ര വാക്യമാണ്? 23. ബെതുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. ബെതുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. ഒരു കാര്യം പറയാം, ഇസഹാക്ക് മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്ത വന്ന ഇസഹാക്ക് വരുമ്പോൾ അപ്രകാരം കേൾക്കുന്ന വാർത്ത ബെതുവേലിന് റിബേക്ക ജനിച്ചത്. താൽപര്യം നമ്മുടെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് ആദ്യത്തെ സുവാർത്ത സഭ രൂപപ്പെട്ടതാണ്. അതെ. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കൊമ്പ് കുടുങ്ങപ്പെട്ട ആടിനെ അപ്രകാരം പിടിച്ചു യാഗം കഴിച്ചു ഇസഹാക്കിന് പകരം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ ആട്ടുകുട്ടി വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെട്ടയാണ്. എന്നാൽ നിങ്ങൾക്ക് വചനം അറിയാം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരാട്ടുകുട്ടി അറക്കുന്നുണ്ട്. വീട് ഒന്നിന് ഒരാട്ടുകുട്ടി. ആട്ടുകുട്ടിക്ക് യോഗ്യത കൊണ്ട് വായിച്ച ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. പുറപ്പാട് പുസ്തകം 12-ന്റെ 1-2. യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം, ആണ്ടിൽ 1-ാം മാസമായിരിക്കണം.
നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും സർവസംഘത്തോടും പറയേണ്ടത് പറയേണ്ടതെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടുകുട്ടി. ശ്രദ്ധിക്കുക, വീടൊന്നിന് ഒരാട്ടുകുട്ടി. ഒരു കണക്ക് പറയുന്നത് 6,33,351 ആട്ടുകുട്ടിനെ ഇറക്കുന്നത്. കാരണം സംഖ്യാപുസ്തകത്തിൽ കുടുംബത്തിന്റെ കണക്ക് പറയുമ്പോൾ 6,33,351 കുടുംബമുണ്ട്. ആ കണക്ക് വെച്ച് 6,33,351 ആട്ടുകുട്ടിനെ ഇറക്കും. വീടൊന്നിന് ഒരാട്ടുകുട്ടി. ശ്രദ്ധിക്കുക, ഇനി ആട്ടുകുട്ടിക്ക് യോഗ്യതയുണ്ട്. കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കരുത്. ആട്ടുകുട്ടിക്ക് പ്രമാണമുണ്ട്. 5-ാം വാക്യം 12:5. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ. ശ്രദ്ധിക്കുക, ആട്ടുകുട്ടി കാണുന്ന ആടിനെ എല്ലാം പിടിച്ച് കണ്ടിക്കരുത്. ആട്ടുകുട്ടിക്ക് യോഗ്യതയുണ്ട്. ആട്ടുകുട്ടിയുടെ അവൻ പ്രധാനമാണ്. ആട്ടുകുട്ടി ഊനമില്ലാത്തതും ഒരു വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. കോലാടോ ചെമ്മരിയാടോ. ഈ ആട്ടുകുട്ടി മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ നഗലാണ്. ധന്യനായ പൗലോസ് പുതിയ നിയമത്തിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തുയേശു തന്നെ. അവൻ ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്തും ഇസ്രായേലിൽ അറക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന് നഗല. ആട്ടുകുട്ടിയുടെ യോഗ്യത ഊനമില്ലാത്തതാ. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഊനമില്ലാത്ത, പാപമില്ലാത്ത, അതിർത്തിയില്ലാത്ത, കടക്കമില്ലാത്ത ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ആളുകോടതി മാറി മാറി വിസ്തരിച്ചിട്ടും യേശു ക്രിസ്തുവിൽ യാതൊരു കുറ്റവും കണ്ടില്ല. പീലാത്തോസ് തിരിച്ചും മറച്ചും തിരിച്ചും വിസ്തരിച്ചിട്ട് യേശു ക്രിസ്തുവിൽ യാതൊരു കുറ്റവും കണ്ടില്ല. സന്നിധി സംഘങ്ങൾ വട്ടം കൂടുതൽ വിസ്തരിച്ച് ക്രിസ്തുവിൽ യാതൊരു കുറ്റം കണ്ടില്ല. അവൻ കൂശിക്കിടന്ന് ദുഷ്പ്രവർത്തിക്കാരന് ഒരുത്തം പറഞ്ഞത്, ഈ നീതിമാൻ അവൻ യാതൊരു ദോഷവും ചെയ്യാതെ ക്രൂശിൽ കയറി. അപ്പോൾ എല്ലാവരും സാക്ഷ്യപ്പെട്ട് ഊനമില്ലാത്ത, പ്രാണമില്ലാത്ത, അകൃത്യമില്ലാത്ത, കളങ്കമില്ലാത്ത ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി ഇവിടെ ഇരിക്കുന്ന സകല ആൾക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പമുണ്ട്. ഞാൻ മിക്കപ്പോഴും പറയും, നമ്പ്യാര് പണ്ട് പറഞ്ഞല്ലോ, ലക്ഷം മാനിച്ച് ഒത്തിരിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1-2 1 ലക്ഷം പേര് പോയാൽ കൊള്ളാവുന്നത് 1. നമ്മുടെ എല്ലാം കൊള്ളാൻ പറഞ്ഞ സ്വതന്ത്രം പറയാതെ മസിൽ പിടിച്ചിരിക്കുന്നത് ആരെയും കാണാൻ കൊള്ളുകയില്ല. അപ്പൊ കാണാൻ കൊള്ളാവുന്ന യേശു ക്രിസ്തുവാ. അപ്പൊ നമ്പ്യാര് പറയാ, ലക്ഷം മാനിച്ച് ഒത്തിരിടുമ്പോൾ ലക്ഷണമൊത്തവൻ 1-2. ഒരുത്തനെ പറ്റി പറയാം, അക്ഷരം 56 പറയാം, ലക്ഷം ശ്ലോകം കുറയാതറിയാം, ദിക്കുകൾ കൊണ്ടത് പറയാൻ പറയാം, തകതകംസൻ ഭൂതന എന്നൊരു കഥയിലെന്ന. ഇത് പറഞ്ഞു വരുമ്പം സമയം പിടിക്കും. എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. വേറെന്നെ പറ്റി പറയാം, നല്ലൊരു ജാതിയിൽ വന്നു പുറന്നു, നല്ലൊരു രൂപഗുണങ്ങളുമുണ്ട്. അരികെന്നുള്ളൊരു അക്ഷരം അവരുടെ അരികെ കൂടെ പോയിട്ടില്ല. കാണാൻ നല്ല പിടിക്കാൻ എഴുത്തും വായന അറിയാൻ മേല. വേറെ പറ്റി പറയാം, കണ്ടാന്തന്റെ പുരുഷൻ എന്നാൽ വേണ്ടാതീനമതൊക്കെയുമുണ്ട്, കണ്ടജനത്തോട് ശുദ്ധികടിക്കും, 2-ാം വാക്കിന് കയറിയടിക്കും എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. എന്നാൽ യാതൊരു കുറവുകളുമില്ലാതെ, യാതൊരു കുഴപ്പമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് ആ ശൂന്യക്കാർക്ക് തന്റെ പ്രാണപ്രിയനെ പറ്റി പാടി പറഞ്ഞ് പുലമ്പിയിരുന്നപ്പോൾ ശലോമന്റെ വെപ്പാട്ടുകളും മറ്റേ അസംഖ്യം ആൾക്കാരെടുത്ത് വന്ന് ചോദിച്ചു, നീ ആരെ പറ്റിയാ പാടുന്നത്? അവള് പറഞ്ഞു, എന്റെ വീണ്ടെടുത്ത ഇടയച്ചനക്കനെ പറ്റി. അതാരാ എന്റെ വീണ്ടെടുത്തത്? എന്റെ അമ്മയുടെ അമ്മ പ്രസവിച്ച് ഞാൻ നാരകത്തിന്റെ ചുവട്ടിൽ പൊക്കൾ പൊടിയൊന്നും മുറിക്കാതെ വേദനപ്പെട്ട് ചോരയിൽ പൊതിഞ്ഞ് കിടന്നപ്പോൾ ശലോമോന്റെ പല്ലക്കും രഥങ്ങളും തേരും അസംഖ്യ പരിമാനങ്ങളും പോയി എത്തി നോക്കി ഓടിക്കളഞ്ഞതല്ല, ആരും എന്നെ ചേർത്തടച്ചില്ല. എന്നാൽ എന്റെ കരച്ചിലിന് ശബ്ദം കേട്ട് ആടുകളെ തീറ്റുന്ന ഇടയച്ചനൻ ഓടി വന്ന് എന്നെ കോലുകിടത്ത് ചോരയെല്ലാം ഒപ്പി എനിക്ക് മുത്തമിട്ട് എന്റെ അമ്മയുടെ അടുക്ക എന്നെ കൊണ്ടാക്കി ഒരു ഇടയച്ചനനുണ്ട്, അവനെ പറ്റിയാണ് ഞാൻ പാടുന്നത്. അപ്പൊ അവൻ ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലതും ഉണ്ടോ? അവൾ പറഞ്ഞ്, വിശേഷതയുണ്ടെങ്കിൽ അവന് മാത്രമേ വിശേഷതയുള്ളൂ. എന്താ അവന്റെ വിശേഷത? അവന്റെ നാമം തന്നെ വിശേഷമുള്ള നാമമാണ്. എല്ലാ നാമത്തിനും മേലായ നാമം. 1000-ങ്ങളിൽ സുന്ദരൻ, അവൻ സർവാംഗ സുന്ദരൻ, യാതൊരു ഊനമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപമേശാത്തവൻ, പാപമൊഴിഞ്ഞ് നമുക്ക് തുല്യമായി സകലത്തിന് പരീക്ഷിക്കപ്പെട്ടവൻ, ഊനമില്ലാത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആളുകളോട് മാറി വിസ്തരിച്ചിട്ടും യേശു ക്രിസ്തുവിൽ യാതൊരു കുറ്റം കണ്ടില്ല. എനിക്ക് പാടാനുള്ള കൃപയൊന്നുമില്ല, പാട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പണ്ട് അദ്ദേഹം പാടി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ടി.കെ. ശുഭൻ സാർ പാടിയല്ലോ, കലക്കതലേശം കാണുന്നില്ല മനുജനിലെന്നുര ചെയ്തതാൻ, കലക്കതലേശം കാണുന്നില്ല മനുജനിലെന്നുര ചെയ്തതാൻ, മരണമത
അതിൻ വിധി എഴുതിയ ദിവനെ പ്രതി മാത്രം ഭൂമി അത്ഭുതം മരണ